Dear students, welcome to Tech Talks. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഓപ്പറേറ്റേഴ്സ് ഇൻ സി. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഇതൊന്ന് ഡയറക്റ്റ് ആയിട്ട് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സ് ഇൻ സി. ദെൻ സ്പെസിഫൈ ചെയ്ത് ചോദിച്ചിട്ടുണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അരിത്മെറ്റിക്, റിലേഷണൽ ആൻഡ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് യൂസ്ഡ് ഇൻ സി. എക്സ്പ്ലെയിൻ ഇനി 4 ടൈപ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സ് ഇൻ സി. ഇങ്ങനെ ഡിഫറെൻറ്റ് രീതിയിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് ടൈപ്പ് ഓപ്പറേറ്റേഴ്സ് ആണെന്നുള്ളത് സ്പെസിഫൈ ചെയ്യണം, അത് എക്സ്പ്ലെയിൻ ചെയ്യണം. സോ എന്താണ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്? ഓപ്പറേറ്റേഴ്സ് ആർ സിംബൽസ് യൂസ്ഡ് ടു പെർഫോം ഓപ്പറേഷൻസ് ഓൺ ഓപ്പറൻസ്. ഓപ്പറൻസ് എന്ന് പറയുമ്പോൾ വേരിയബിൾസ്, കോൺസ്റ്റൻസ് ഓർ എക്സ്പ്രഷൻസ്. ഫോർ എക്സാമ്പിൾ എ പ്ലസ് ബി. അവിടെ എയും ബിയും ഓപ്പറൻസ് ആണ്. ഓപ്പറേറ്റർ എന്താണ്? പ്ലസ്. പ്ലസ് ഓപ്പറേറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അരിത്മെറ്റിക് അഡിഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എ പ്ലസ് ബി, അവിടെ 2 ഓപ്പറൻസ് ആണുള്ളത്, എയും ബിയും. സോ പ്ലസ് ഓപ്പറേറ്റർ ഈസ് അസോസിയേറ്റഡ് വിത്ത് 2 ഓപ്പറൻസ്. ദാറ്റ് ഓപ്പറേറ്റർ ഈസ് ബൈനറി ഓപ്പറേറ്റർ because it uses 2 operands to calculate a result. And these operators are the basic building blocks of a program. And these are used for arithmetic calculations and logical decision making. And classification നോക്കുക. Arithmetic operators, relational operators, logical operators, assignment operators, increment and decrement operators, conditional operators, bitwise operators, and special operators. ഇപ്പോൾ 2 പാർട്സ് ആയിട്ടാണ് ഓപ്പറേറ്റേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇന്നത്തേത് ഫസ്റ്റ് സെഷനാണ്. ഫസ്റ്റ് ടൈപ്പ് ഓപ്പറേറ്റേഴ്സ്, അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ്. സോ ദീസ് ആർ യൂസ്ഡ് ടു പെർഫോം ബേസിക് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്. അതായത് ബേസിക് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അതുകൂടാതെ മോഡുലോ ഡിവിഷൻ, ഇങ്ങനെയുള്ള ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുക. അപ്പോൾ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ നമുക്കറിയാം. ദെൻ പെർസെൻറ്റൈൽ, ദാറ്റ് പെർസെൻറ്റ് ഓപ്പറേറ്റർ ഈസ് യൂസ് ഫോർ മോഡുലോ ഡിവിഷൻ. സോ എന്താണ് മോഡുലോ ഡിവിഷൻ? പൈത്തണിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, എങ്കിലും ഒന്നുകൂടി പറയാം. കൺസിഡർ എയുടെ വാല്യൂ 7 ആൻഡ് ബി ഈസ് 3. എ മോഡുലോ ബി കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ പെർഫോം ദ മോഡുലോ ഡിവിഷൻ. അതായത് 7 ഡിവൈഡ് ബൈ 3 ചെയ്യും, അതിൻ്റെ റിമൈൻഡർ റിട്ടേൺ ചെയ്യും. അപ്പോൾ 7 ഡിവൈഡ് ബൈ 3 ഇൻറ്റീജർ ഡിവിഷൻ. കോഷ്യൻ്റ് ഈസ് 2, റിമൈൻഡർ എന്താണ്? 1. ഇപ്പോൾ 1 ആയിരിക്കും അവിടെ പ്രൊഡ്യൂസ് ചെയ്യുക. എ ഡിവൈഡ് ബൈ ബി ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് 2. അപ്പോൾ എ മോഡുലോ ബി കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ പ്രൊഡ്യൂസ് ദ റിമൈൻഡർ. എ ഡിവൈഡ് ബൈ ബി ചെയ്യും, റിമൈൻഡർ റിട്ടേൺ ചെയ്യും. സോ ഡിവിഷനും മോഡുലോ ഡിവിഷനും മാറിപ്പോകരുത്. ദെൻ ഒരു എക്സാമ്പിൾ പ്രോഗ്രാം നോക്കാം. ഞാൻ ആദ്യമേ തന്നെ 3 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഓഫ് ടൈപ്പ് ഇൻറ്റീജർ, എ, ബി ആൻഡ് സി. എക്കും ബിക്കും ഇനിഷ്യൽ വാല്യൂ കൂടി കൊടുത്തിട്ടുണ്ട്. എ ഈസ് 10 ആൻഡ് ബി ഈസ് 5. ദെൻ സി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഓഫ് ടൈപ്പ് ഇൻറ്റീജർ. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഇങ്ങനെ കൊടുത്തു, സി ഈക്വൽ ടു മൈനസ് എ. അതിൻ്റെ മീനിങ് എന്താണ്? എയുടെ വാല്യൂ 10 ആയിരുന്നു, അതിനെ -10 ആക്കി മാറ്റി. ദെൻ ഇറ്റ് ഈസ് അസൈൻ ടു ദ വേരിയബിൾ സി. സോ ഈ ഒരു ഓപ്പറേറ്റർ ഇറ്റ് ഈസ് യൂണറി മൈനസ് ഓപ്പറേറ്റർ. എന്തുകൊണ്ടാണ് യൂണറി മൈനസ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞത്? ദാറ്റ് മൈനസ് ഓപ്പറേറ്റർ ഈസ് അസോസിയേറ്റഡ് വിത്ത് എ സിംഗിൾ ഓപ്പറൻറ്റ്. അവിടെ ഒരു ഓപ്പറൻറ്റ് അല്ലേ വരുന്നുള്ളൂ, ദാറ്റ് ഈസ് വേരിയബിൾ എ. സോ മൈനസ് എന്ന് പറയുന്നത് ദാറ്റ് ക്യാൻ ആക്ട് ആസ് യൂണറി ഓപ്പറേറ്റർ ആസ് വെൽ ആസ് ബൈനറി ഓപ്പറേറ്റർ. മൈനസും പ്ലസും യൂണറി ഓപ്പറേറ്റർ ആയിട്ടും വർക്ക് ചെയ്യും, ബൈനറി ഓപ്പറേറ്റർ ആയിട്ടും വർക്ക് ചെയ്യും. സോ ഇവിടെ യൂണറി ഓപ്പറേറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സിയുടെ വാല്യൂ എന്തായിട്ട് വരും? -10. ദെൻ സിയുടെ വാല്യൂ പ്രിന്റ് ചെയ്യാം. ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, പ്രിന്റ് എഫ് വാല്യൂ ഓഫ് സി. സി എന്ന് പറഞ്ഞ ഇൻറ്റീജർ അല്ലേ? ഇൻറ്റീജർ ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോർമാറ്റ് സ്പെസിഫൈ യൂസ് ചെയ്യണം, %d. ദെൻ ന്യൂ ലൈൻ കൂടി പ്രിന്റ് ചെയ്യുന്നുണ്ട്. ദെൻ കോമ, ആർഗ്യുമെൻറ്റ് എന്ത് വേരിയബിൾ ആണോ ഡിസ്പ്ലേ ചെയ്യാനുള്ളത് അത് കൊടുക്കുക, സി.
അപ്പോൾ സിയുടെ വാല്യൂ പ്രിന്റ് ചെയ്യും. അപ്പോൾ ആദ്യം ഒരു സ്ട്രിങ് പ്രിന്റ് ചെയ്യും, വാല്യൂ ഓഫ് സി. ഇത് റൺ ചെയ്യുമ്പോൾ പെർസെൻറ്റ് ഡിയുടെ സ്ഥലത്ത് എന്ത് വരും? സിയുടെ വാല്യൂ പ്രിന്റ് ചെയ്യും. ദെൻ ബൈനറി അരിത്മെറ്റിക് ഓപ്പറേഷൻസ് കൊടുത്തിട്ടുണ്ട്. എ പ്ലസ് ബി, ഞാൻ അവിടെ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. എ പ്ലസ് ബി എന്ന് പ്രിന്റ് ചെയ്യണം. അപ്പോൾ ഒരു സ്ട്രിങ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സ്ട്രിങ് ആയിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ വിത്തിൻ ഡബിൾ കോട്സ് കൊടുത്തിട്ടുണ്ട്. സോ ഒരു സ്ട്രിങ് ആണ്, എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എ പ്ലസ് ബി അത് പ്രിന്റ് ചെയ്തതിന് ശേഷം പെർസെൻറ്റ് ഡി. ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഒരു ഇൻറ്റിജർ വാല്യൂ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പെർസെൻറ്റ് ഡി ദെൻ സ്ലാഷ് എൻ ന്യൂ ലൈൻ കോമ പെർസെൻറ്റ് ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് വരണം അത് ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുക്കണം. അപ്പം ഇങ്ങനെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. എ പ്ലസ് ബി അവിടെ ഒരു എക്സ്പ്രഷനാണ് എ പ്ലസ് ബി. വേരിയബിൾ എ ആൻഡ് വേരിയബിൾ ബി അതിൻ്റെ ഡേറ്റ തമ്മിൽ ആഡ് ചെയ്യും. അപ്പോൾ 10 + 5 15 പ്രൊഡ്യൂസ് ചെയ്യും. ആ 15 ആയിരിക്കും ഈ ഒരു പെർസെൻറ്റ് ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് പ്രിന്റ് ചെയ്യുക. ഇൻറ്റീജർ വാല്യൂ ആണല്ലോ, അപ്പോൾ ഇൻറ്റീജർ ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ അവിടെ എന്താണ് പെർഫോം ചെയ്തിരിക്കുന്നത്? അഡീഷൻ എ പ്ലസ് ബി. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എ മൈനസ് ബി. അവിടെ സബ്ട്രാക്ഷൻ ആണ് പെർഫോം ചെയ്യുന്നത്. എ മൈനസ് ബി 5 ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. ആ 5 എന്ന് പറയുന്നത് ഇൻറ്റീജർ ആണ്. ഇൻറ്റീജർ വാല്യൂ പെർസെൻറ്റ് ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് പ്രിന്റ് ചെയ്യും. ദെൻ മൾട്ടിപ്ലിക്കേഷൻ എ ഇൻറ്റു ബി, ദറ്റ് ഈസ് 10 × 5 50. എ ഇൻറ്റു ബി 50 എന്ന് പ്രിന്റ് ചെയ്യും. ദെൻ എ ഡിവൈഡ് ബൈ ബി, നോർമൽ ഇൻറ്റീജർ ഡിവിഷൻ. 10 divided by 5 is 2. 2 will be printed here. Then a modulo b, a modulo division b. But 10 divided by 5, quotient is 2. Remainder ഉണ്ടോ? ഇല്ല. പെർഫെക്റ്റ് ആയിട്ട് അവിടെ ഡിവൈഡ് ചെയ്തു. റിമൈൻഡർ ഈസ് 0. അപ്പോൾ 0 ആയിരിക്കും അവിടെ പ്രിന്റ് ചെയ്യുക. ദെൻ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ആ ഒരു സ്ട്രിങ്ങിൽ എ മോഡുലോ ബി എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അവിടെ പെർസെൻറ്റേജ് സിമ്പിൾ മാത്രം ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രിന്റ് ചെയ്യത്തില്ല. നോർമലി നമ്മൾ പെർസെൻറ്റ് സിമ്പിൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ഫോർമാറ്റ് സ്പെസിഫയറിന് വേണ്ടിയിട്ടാണ്. അത് പ്രിന്റ് ചെയ്യത്തില്ല. ഒരു പെർസെൻറ്റ് സിമ്പിൾ പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു നീഡ് ടു പുട്ട് ഡബിൾ പെർസെൻറ്റേജ് സിമ്പിൾ. ഓക്കെ, ദെൻ റിട്ടേൺ 0. നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. കണ്ടോ, കറക്റ്റായിട്ട് റിസൾട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, എ മോഡുലോ ബി is 0. എന്ന് നമുക്കൊന്ന് മോഡിഫൈ ചെയ്യാം. 2% പകരം 1% മാത്രം കൊടുക്കുകയാണ് ആ ഒരു സ്ട്രിങ്ങിൽ. എ പെർസെൻറ്റേജ് ബി അത് പ്രിന്റ് ചെയ്ത് നോക്കാം. കണ്ടോ, പെർസെൻറ്റേജ് സിമ്പിൾ വന്നിട്ടില്ല. അപ്പോൾ പെർസെൻറ്റേജ് സിമ്പിൾ പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 തവണ പെർസെൻറ്റേജ് കൊടുക്കണം. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഓപ്പറേറ്റേഴ്സ്, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്, ഓൾസോ നോൺ ആസ് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്. And it is used to compare two values. ഇപ്പോൾ 2 വാല്യൂസ് തമ്മിൽ കമ്പയർ ചെയ്യും. ആൻഡ് ദ റിസൾട്ട് ഈസ് either ട്രൂ ഓർ false. ട്രൂ ആണെന്നുണ്ടെങ്കിൽ 1 റിട്ടേൺ ചെയ്യും, ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ 0 റിട്ടേൺ ചെയ്യും. ഇപ്പോൾ 2 വാല്യൂസ് തമ്മിൽ കമ്പയർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് ആണ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഓർ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്. ഇവിടെ ആ ഒരു ലിസ്റ്റ് നോക്കുക. ലെസ് ദാൻ ഓപ്പറേറ്റർ, ദെൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഓപ്പറേറ്റർ, greater than operator, then is greater than or equal to operator, then equal to operator. അതായത് 2 വാല്യൂസ് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഓപ്പറേറ്ററാണ് ഈക്വൽ ടു ഓപ്പറേറ്റർ. ജസ്റ്റ് ഈക്വൽ ടു മാത്രം കൊടുത്തു കഴിഞ്ഞാൽ മീനിങ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ആണ്. ഈക്വൽ ടു ഓപ്പറേറ്റർ, ഇറ്റ് ഈസ് എ റിലേഷണൽ ഓപ്പറേറ്റർ ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ചെക്ക് വെദർ ദ 2 വാല്യൂസ് ആർ ഈക്വൽ ഓർ നോട്ട്. Then not equal to operator, exclamation mark and equal to, it is not equal to operator. അതിൻ്റെയും എക്സാമ്പിൾ നോക്കാം. We can type a program. 2 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുകയാണ്. A equal to 30 and B equal to 4. Then printf, എനിക്കൊരു ഇൻറ്റീജർ വാല്യൂ ആണ് പ്രിന്റ് ചെയ്യാനുള്ളത്. സോ പെർസെൻറ്റ് ഡി കോമ എ ഗ്രേറ്റർ ദാൻ ബി. അവിടെ ആർഗ്യുമെൻ്റ് ആയിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത് കണ്ടോ, എ ഗ്രേറ്റർ ദാൻ ബി. ഇറ്റ് ഇസ് എ കമ്പാരിസൺ ഓപ്പറേറ്റർ. എ ഗ്രേറ്റർ ദാൻ ബി ആണോ എന്ന് ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തിട്ട് ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ റിട്ടേൺ 1.
ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ റിട്ടേൺ 0. അപ്പം ഇങ്ങനെ റിട്ടേൺ ചെയ്യുന്നത് either 0 or 1. ട്രൂ ആണെന്നുണ്ടെങ്കിൽ 1, ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ 0. അപ്പോൾ റിട്ടേൺ ചെയ്യുന്നത് 1 അല്ലെങ്കിൽ 0 ആണ്. അത് ഇൻറ്റീജർ ടൈപ്പ് അല്ലേ? അപ്പോൾ ഇൻറ്റീജർ വാല്യൂ ആണ് പ്രിന്റ് ചെയ്യാനുള്ളത്. അതുകൊണ്ടാണ് %d എന്ന് കൊടുത്തത്. എക്സിക്യൂട്ട് ചെയ്യാം. കണ്ടോ, ഇവിടുത്തെ കേസിൽ അത് ട്രൂ ആണ്. 30 ഈസ് ഗ്രേറ്റർ ദാൻ 4. സോ 1 പ്രിന്റ് ചെയ്തു. ഒരു സ്ട്രിങ് കൂടി വേണമെങ്കിൽ പ്രിന്റ് ചെയ്യാം. അപ്പോൾ %dക്ക് മുമ്പായിട്ട് a ഗ്രേറ്റർ ദാൻ b എന്ന് കൂടി കൊടുക്കാം. ഒന്നുകൂടി എക്സിക്യൂട്ട് ചെയ്യാം. കണ്ടോ, a ഗ്രേറ്റർ ദാൻ b ആ ഒരു സ്ട്രിങ് കൂടി പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ദെൻ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ %dക്ക് പകരം ട്രൂ എന്ന് കാണിച്ചിരിക്കുകയാണ് 1. %dക്ക് പകരം ആ ഒരു ഇൻറ്റീജർ വാല്യൂ 1 പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഈ ഒരു സ്ട്രിങ് എനിക്ക് വേണമെന്നില്ല, ഞാനത് ഡിലീറ്റ് ചെയ്യുകയാണ്. ദെൻ a ഗ്രേറ്റർ ദാൻ bക്ക് പകരം a ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു. എൻ്റെ മീനിങ് എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. അതും ട്രൂ ആണല്ലോ. 30 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4. എക്സിക്യൂട്ട് ചെയ്യാം. കണ്ടോ, 1 വന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ട്രൂ. ദെൻ അതിന് പകരം ലെസ് ദാൻ കൊടുത്ത് നോക്കാം. a ലെസ് ദാൻ b. 30 ലെസ് ദാൻ 4. ഇത് ഫോൾസ് അല്ലേ? അപ്പോൾ 0 ആണ് വരേണ്ടത്. എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. കണ്ടോ, ഫോൾസ് ആണ്. 0 വന്നിട്ടുണ്ട്. കറക്റ്റായിട്ട് വർക്ക് ചെയ്തു. ദെൻ a ഈക്വൽ ടു b. എക്സിക്യൂട്ട് ചെയ്യാം. കണ്ടോ, ഇറ്റ് ഈസ് ഫോൾസ്. 0 ആണ് റിട്ടേൺ ചെയ്തിരിക്കുന്നത്. എയും ബിയും 2 ഡിഫറെൻറ്റ് വാല്യൂസ് ആണ്. ദെൻ a ഈസ് ഈക്വൽ ടു 30 ആൻഡ് b ഈക്വൽ ടു 30 എന്നാക്കുകയാണ്. ഇനി എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. കണ്ടോ, ഇറ്റ് ഈസ് ട്രൂ. 1 പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ദെൻ a ഈസ് ഈക്വൽ ടു 30 ആൻഡ് b ഈസ് ഈക്വൽ ടു 300. ദെൻ മറ്റൊരു ഓപ്പറേറ്റർ കൊടുത്ത് നോക്കാം. a നോട്ട് ഈക്വൽ ടു b. 30 നോട്ട് ഈക്വൽ ടു 300. ട്രൂ അല്ലേ? സോ ഇറ്റ് ഷുഡ് റിട്ടേൺ 1. എക്സിക്യൂട്ട് ചെയ്യാം. കണ്ടോ, 1 എന്ന് വന്നിട്ടുണ്ട്. കറക്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. So these are relational operators or comparison operators, and it is used to compare two values. Next type is logical operators. Logical operators are the symbols that evaluate expressions and produce a true or false result. ഒരു എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് എക്സ്പ്രഷൻസ് ഇവാലുവേറ്റ് ചെയ്യും ആൻഡ് പ്രൊഡ്യൂസ് എ ട്രൂ ഓർ ഫോൾസ് റിസൾട്ട്. ട്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 റിട്ടേൺ ചെയ്യും. ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ 0 റിട്ടേൺ ചെയ്യും. അവിടെ വരുന്ന ഓപ്പറേറ്റേഴ്സ് നോക്കുക. ലോജിക്കൽ ആൻഡ്, ലോജിക്കൽ ഓർ, ലോജിക്കൽ നോട്ട്. ഇതിൽ ലോജിക്കൽ ആൻഡ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് കണ്ടോ, ഡബിൾ ആംബിസെന്റ് സിമ്പിൾ. ദെൻ ലോജിക്കൽ ഓർ ഓപ്പറേറ്റർ ഡബിൾ വെർട്ടിക്കൽ ലൈൻ ആണ്. ദാറ്റ് ഈസ് ഓർ, ലോജിക്കൽ ഓർ. ഇപ്പോൾ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യും, അതിനനുസരിച്ച് റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യും. റിസൾട്ട് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ഐദർ ട്രൂ ഓർ ഫോൾസ്. ഇനി ലോജിക്കൽ ആൻഡിൻ്റെ പ്രത്യേകത, ഇറ്റ് വിൽ റിട്ടേൺ ട്രൂ ഓൺലി ഇഫ് ഓൾ ദ കണ്ടീഷൻസ് ആർ ട്രൂ. നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന എല്ലാ കണ്ടീഷൻസും ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ റിട്ടേൺ ട്രൂ. ആൻഡ് ലോജിക്കൽ ഓർ, ഇറ്റ് വിൽ റിട്ടേൺ ട്രൂ ഇഫ് അറ്റ്ലീസ്റ്റ് 1 കണ്ടീഷൻ ഈസ് ട്രൂ. ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആയാൽ മതി, ഇറ്റ് വിൽ റിട്ടേൺ ട്രൂ. ഒരു പ്രോഗ്രാം കൂടി കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകും. ആ ഒരു പ്രോഗ്രാം നോക്കി. a ഈസ് ഈക്വൽ ടു 30 ആൻഡ് b ഈസ് ഈക്വൽ ടു 4. ദെൻ ഒരു പ്രിന്റ് എഫ് സ്റ്റേറ്റ്മെന്റ്, ഇൻറ്റീജർ ആണ് പ്രിന്റ് ചെയ്യാനുള്ളത്. ദെൻ ഒരു എക്സ്പ്രഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു എക്സ്പ്രഷൻ വിൽ റിട്ടേൺ either 0 or 1. അത് ഇൻറ്റീജർ ആണ് പ്രിന്റ് ചെയ്യാനുള്ളത്. അതുകൊണ്ടാണ് %d എന്ന് കൊടുത്തിരിക്കുന്നത്. ദെൻ എക്സ്പ്രഷൻ നോക്കി. a ഗ്രേറ്റർ ദാൻ b. ആ ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ച റിലേഷണൽ ഓപ്പറേറ്റർ ആണ്. a ഗ്രേറ്റർ ദാൻ b, ലോജിക്കൽ ആൻഡ്. ദെൻ നെക്സ്റ്റ് a ഗ്രേറ്റർ ദാൻ 10, ലോജിക്കൽ ആൻഡ്. b ലെസ് ദാൻ 5, ലോജിക്കൽ ആൻഡ്. a ഈക്വൽ ടു 30. 4 കണ്ടീഷൻസ് ചെക്ക് ചെയ്യുന്നുണ്ടല്ലേ. a ഗ്രേറ്റർ ദാൻ b, a ഗ്രേറ്റർ ദാൻ 10, b ലെസ് ദാൻ 5, a ഈക്വൽ ടു 30.
ഇപ്പോൾ ലോജിക്കൽ ആൻഡ് വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലോജിക്കൽ ആൻഡിൻ്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് വിൽ റിട്ടേൺ ട്രൂ ഓൺലി ഇഫ് ഓൾ ദ കണ്ടീഷൻസ് ആർ ട്രൂ. നമ്മൾ കൊടുത്ത എല്ലാ കണ്ടീഷൻസും ട്രൂ ആണെന്നുണ്ടെങ്കിൽ ദ ടോട്ടൽ എക്സ്പ്രഷൻ വിൽ റിട്ടേൺ 1. ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ഫോൾസ് ആയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ റിട്ടേൺ 0. ഇപ്പോഴത്തെ കേസിൽ A = 30 ആൻഡ് B = 4. എല്ലാ കണ്ടീഷൻസും ട്രൂ ആണ്. സോ ദ എക്സ്പ്രഷൻ വിൽ റിട്ടേൺ 1. നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. കണ്ടോ, 1 റിട്ടേൺ ചെയ്തു. ആ ഒരു 1 എന്ന് പറയുന്നത് പ്രിൻ്റ് ഓഫ് യൂസ് ചെയ്ത് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. കറക്റ്റായിട്ട് വർക്ക് ചെയ്തു. ദെൻ നമ്മുടെ പ്രോഗ്രാം ഒന്ന് എഡിറ്റ് ചെയ്യാം. ഈ ഒരു എക്സ്പ്രഷനിൽ 4 കണ്ടീഷൻസ് ഉണ്ടല്ലോ, അതിൽ ഒരു കണ്ടീഷൻ മാത്രം ഞാൻ ചേഞ്ച് ചെയ്യാണ്. B > 5. അപ്പോൾ A = 30 ആൻഡ് B = 4. B > 5 അത് ഫോൾസ് അല്ലേ? 4 കണ്ടീഷൻസിൽ 3 ട്രൂ ആണ്, ബട്ട് ഒരെണ്ണം ഫോൾസ് അല്ലേ? ലോജിക്കൽ ആൻഡ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് വിൽ റിട്ടേൺ ട്രൂ ഓൺലി ഇഫ് ഓൾ ദ കണ്ടീഷൻസ് ആർ ട്രൂ. സോ ഈ ഒരു എക്സ്പ്രഷൻ വിൽ റിട്ടേൺ 0. കാര്യം ഒരു കണ്ടീഷൻ തെറ്റിപ്പോയില്ലേ? ഒരു കണ്ടീഷൻ ഫോൾസ് ആയാൽ മതി, ലോജിക്കൽ ആൻഡ് വിൽ റിട്ടേൺ ഫോൾസ്. എക്സിക്യൂട്ട് ചെയ്യാം. കണ്ടോ, 0 വന്നിട്ടുണ്ട്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെയാണ് റിസൾട്ട് വന്നിരിക്കുന്നത്. ലോജിക്കൽ ഓർ ഓപ്പറേറ്റർ ചെയ്ത് നോക്കാം. ലോജിക്കൽ ആൻഡിന് പകരം ലോജിക്കൽ ഓർ കൊടുക്കാം. ലോജിക്കൽ ഓറിൻ്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് വിൽ റിട്ടേൺ ട്രൂ ഇഫ് അറ്റ്ലീസ്റ്റ് 1 കണ്ടീഷൻ ഈസ് ട്രൂ. ഏതെങ്കിലും ഒരു കണ്ടീഷനെങ്കിലും ട്രൂ ആയാൽ മതി, ഇറ്റ് വിൽ റിട്ടേൺ ട്രൂ. നമ്മുടെ എക്സ്പ്രഷനിൽ 4 കണ്ടീഷൻസ് ചെക്ക് ചെയ്യുന്നുണ്ട്. 3 കണ്ടീഷൻസും ട്രൂ ആണ്, ഒരു കണ്ടീഷൻ ഫോൾസ് ആവുന്നു. ബട്ട് ലോജിക്കൽ ഓർ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആയാൽ മതി, ഇറ്റ് വിൽ റിട്ടേൺ 1. എക്സിക്യൂട്ട് ചെയ്യാം. കണ്ടോ, ഇറ്റ് വിൽ റിട്ടേൺ 1. കറക്റ്റായിട്ട് വർക്ക് ചെയ്തു. സോ ദാറ്റ്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ലോജിക്കൽ ആൻഡ് ലോജിക്കൽ ഓർ. ദെൻ മറ്റൊരു ഓപ്പറേറ്റർ കൂടിയുണ്ട്, ലോജിക്കൽ നോട്ട് ഓപ്പറേറ്റർ. എക്സ്ക്ലമേഷൻ മാർക്ക്. ഇറ്റ് ഇൻവേർട്സ് ദ ലോജിക്കൽ വാല്യൂ ഓഫ് ആൻ ഓപ്പറൻറ്റ്. ലോജിക്കൽ ഓപ്പറൻറ്റിൻ്റെ വാല്യൂ ഇൻവേർട്ട് ചെയ്യും. ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഫോൾസ് ആക്കും, ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ ട്രൂ ആക്കും. ഇറ്റ് വിൽ ഇൻവേർട്ട് ദ ലോജിക്കൽ വാല്യൂ ഓഫ് ആൻ ഓപ്പറൻറ്റ്. അതിൻ്റെയും പ്രോഗ്രാം നോക്കാം. കണ്ടോ, ആ ഒരു എക്സ്പ്രഷൻ നോക്കുക. A > B. അവിടെ എയുടെ വാല്യൂ 30 ആണ് ആൻഡ് B is 0. അപ്പോൾ 30 > 0 ട്രൂ ആണല്ലോ. അപ്പോൾ ആ ഒരു എക്സ്പ്രഷന് മുമ്പായിട്ട് ലോജിക്കൽ നോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്തു. സോ ട്രൂ എന്നുള്ളത് ഫോൾസ് ആക്കും. നമുക്കിത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. കണ്ടോ, 0 വന്നു. A > B അത് ട്രൂ ആയിരുന്നു. ട്രൂവിനെ ഇൻവേർട്ട് ചെയ്തു, ഫോൾസ് ആക്കി മാറ്റി, അതായത് 1നെ 0 ആക്കി മാറ്റി. ദെൻ അത് പ്രിൻ്റ് ചെയ്തു. അപ്പോൾ 3 ഓപ്പറേറ്റേഴ്സ് പഠിച്ചു. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ആൻഡ്, ലോജിക്കൽ ഓർ ആൻഡ് ലോജിക്കൽ നോട്ട്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഓപ്പറേറ്റേഴ്സ്, അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്. അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ നമുക്കറിയാം, ഈക്വൽ ടു. ഒരു ഡേറ്റ വേരിയബിളിലോട്ട് അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുക, ഈക്വൽ ടു സിമ്പിൾ. അതുപോലെ അസൈൻമെൻറ്റ് ഓപ്പറേറ്ററും അരിത്മെറ്റിക് ഓപ്പറേറ്ററും നമുക്ക് കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യാം. അതിനെയാണ് കോമ്പൗണ്ട് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അതായത് പ്ലസ് ഈക്വൽ ടു, മൈനസ് ഈക്വൽ ടു, ആസ്ട്രിക് ഈക്വൽ ടു, ഡിവിഷൻ സിമ്പിൾ / ഈക്വൽ ടു, മോഡുലോ ഓപ്പറേറ്റർ ഈക്വൽ ടു, ഇങ്ങനെ കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യാം. അതിനെയാണ് കോമ്പൗണ്ട് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അവിടെ തന്നിരിക്കുന്ന പ്രോഗ്രാമിൽ എയുടെ വാല്യൂ 10 ആൻഡ് B ഈസ് 5. അപ്പോൾ അവിടെ അസൈൻമെൻറ്റ് ഓപ്പറേറ്ററാണ് യൂസ് ചെയ്തത് അല്ലേ? 10ൻ്റെ വാല്യൂ എയിലോട്ട് പാസ് ചെയ്തു, അസൈൻ ചെയ്തു. B എന്ന് പറയുന്ന വേരിയബിളും ഇൻറ്റീജർ ടൈപ്പ് ആണ്, ഡേറ്റ ടൈപ്പ് ഈസ് ഇൻറ്റീജർ. ഇനിഷ്യലൈസ് ചെയ്തു വിത്ത് ഡേറ്റ 5. ദെൻ ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ് A + ഈക്വൽ ടു B. ഇറ്റ്സ് എ കോമ്പൗണ്ട് ഓപ്പറേറ്റർ. പ്ലസ് ഈക്വൽ ടു, ഇറ്റ് ഈസ് ഈക്വലൻ ടു A ഈസ് ഈക്വൽ ടു A + B. A ഈക്വൽ ടു A + B. A + B ചെയ്യും. ദാറ്റ് റിസൾട്ട് വിൽ ബി അസൈൻ ടു A. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എയുടെ വാല്യൂ എന്തായിരിക്കും? 15, ബിക്കോസ് A ഈസ് ഈക്വൽ ടു A + B. ഓക്കെ, എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം.
കണ്ടോ, റിസൾട്ട് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്രിന്റ് ഫംഗ്ഷൻ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. എയുടെ വാല്യൂ പ്രിന്റ് ചെയ്യാൻ പ്രിന്റ് ഫംഗ്ഷൻ യൂസ് ചെയ്തു. നമുക്കൊന്ന് മോഡിഫൈ ചെയ്ത് നോക്കാം. എ ആസ്റ്റിക് ഈക്വൽ ടു ബി ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ മീനിങ് എന്താണ്? എ ഈക്വൽ ടു എ ഇൻറ്റു ബി. അപ്പോൾ 10 into 5 50. 50 വിൽ ബി അസൈൻ ടു എ. എക്സിക്യൂട്ട് ചെയ്യാം. കണ്ടോ, 50 വന്നിട്ടുണ്ട്. കറക്റ്റായിട്ട് വർക്ക് ചെയ്തു. ദെൻ മറ്റൊരു കോമ്പൗണ്ട് ഓപ്പറേറ്റർ മോഡിഫൈ ചെയ്യാം. എ മോഡുലോ ഈക്വൽ ടു ബി. അതിൻ്റെ മീനിങ് എന്താണ്? ഇറ്റ് ഈസ് ഈക്വലൻ ടു എ ഈക്വൽ ടു എ മോഡുലസ് ഓപ്പറേറ്റർ ബി. അപ്പോൾ എ ഡിവൈഡ് ബൈ ബി ചെയ്യും, അതിൻ്റെ റിമൈൻഡർ റിട്ടേൺ ചെയ്യും. സോ 10 divided by 5 ഓപ്ഷൻ 2 ആണ്. റിമൈൻഡർ ഈസ് 0. അപ്പോൾ 0 ആയിരിക്കും അവിടെ പ്രൊഡ്യൂസ് ചെയ്യുക. എക്സിക്യൂട്ട് ചെയ്യാം. കണ്ടോ, എയുടെ വാല്യൂ 0. നെക്സ്റ്റ് ടൈപ്പ് ഈസ് ഇൻക്രിമെൻറ്റ് ആൻഡ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്. അതിൻ്റെ പേര് തന്നെ ഉണ്ട്. വേരിയബിളിൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിക്രിമെൻറ്റ് ചെയ്യാനാണ് ഇത്തരം ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുക. 2 types: ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്റർ പ്ലസ് പ്ലസ്, ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ മൈനസ് മൈനസ്. അപ്പം അതിൻ്റെ സിമ്പിൾസ് കണ്ടല്ലോ. പിന്നെ അതിൻ്റെ ഡെഫിനിഷൻ പറയാം. പ്ലസ് പ്ലസ് ഓപ്പറേറ്റർ ഓർ ദ ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്റർ, ഇറ്റ് ആഡ്സ് 1 to the operand. 2 രീതിയിൽ കൊടുക്കാം. എ പ്ലസ് പ്ലസ് ഓർ പ്ലസ് പ്ലസ് എ. എ എന്ന് പറയുന്ന ഒരു വേരിയബിളാണ്. അതിൻ്റെ മീനിങ് ഇതാണ്: എയുടെ വാല്യൂ മോഡിഫൈ ചെയ്യാണ്. എ ഈക്വൽ ടു എ പ്ലസ് 1. ദെൻ ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ മൈനസ് മൈനസ് means subtracts 1 from the operand. Example, variable name മൈനസ് മൈനസ്. വേരിയബിളിൻ്റെ നെയിം എ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എ മൈനസ് മൈനസ് 2 രീതിയിൽ കൊടുക്കാം. എ മൈനസ് മൈനസ് ഓർ മൈനസ് മൈനസ് എ. ബോത്ത് ആർ യൂണിറ്ററി ഓപ്പറേറ്റേഴ്സ് ബിക്കോസ് ദേ ഓപ്പറേറ്റ് ഓൺ എ സിംഗിൾ ഓപ്പറൻഡ്. ഒരു ഓപ്പറൻഡും ഒരു ഓപ്പറേറ്ററും ആണ് വരുന്നത്. സോ പ്ലസ് പ്ലസ് ആൻഡ് മൈനസ് മൈനസ്, ദീസ് ആർ യൂണിറ്ററി ഓപ്പറേറ്റേഴ്സ്. ഇപ്പോൾ വേരിയബിളിനൊപ്പം ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്ററും ഡിക്രിമെൻറ്റ് ഓപ്പറേറ്ററും കൊടുക്കാം. വേരിയബിളിന് മുമ്പായിട്ടും കൊടുക്കാം, അല്ലെങ്കിൽ വേരിയബിളിന് ശേഷവും കൊടുക്കാം. ഇപ്പോൾ ടൈപ്സ് ഓഫ് ഇൻക്രിമെൻറ്റ് ആൻഡ് ഡിക്രിമെൻറ്റ്. പ്ലസ് പ്ലസ് എ വേരിയബിളിന് മുമ്പാണ് ഓപ്പറേറ്റർ ഫിക്സ് ചെയ്തത്. സോ ഇറ്റ് ഈസ് കോൾഡ് പ്രീ ഇൻക്രിമെൻറ്റ് ഓപ്പറേഷൻ. ദെൻ എ പ്ലസ് പ്ലസ് വേരിയബിൾ നെയിമിന് ശേഷമാണ് ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്നത്. ദിസ് ഈസ് പോസ്റ്റ് ഇൻക്രിമെൻറ്റ് ഓപ്പറേഷൻ. അതേപോലെ ഡിക്രിമെൻറ്റ് ഓപ്പറേഷൻസ് മൈനസ് മൈനസ് എ, ദാറ്റ് ഈസ് പ്രീ ഡിക്രിമെൻറ്റ്. എ മൈനസ് മൈനസ് പോസ്റ്റ് ഡിക്രിമെൻറ്റ്. വേരിയബിളിന് മുമ്പും വേരിയബിളിന് ശേഷവും ഇൻക്രിമെൻറ്റ് ഓർ ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് കൊടുക്കാം. ദെൻ അതിൻ്റെ ബിഹേവിയർ നോക്കാം. സ്റ്റാൻഡ് അലോൺ യൂസേജ്. ഇൻക്രിമെൻറ്റ് ഓർ ഡിക്രിമെൻറ്റ് ഓപ്പറേഷൻ മാത്രമാണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നതെന്നുണ്ടെങ്കിൽ പ്ലസ് പ്ലസ് എ കൊടുത്തു കഴിഞ്ഞാലും എ പ്ലസ് പ്ലസ് കൊടുത്തു കഴിഞ്ഞാലും സെയിം മീനിങ് തന്നെയാണ്. പ്ലസ് പ്ലസ് എ ഓർ എ പ്ലസ് പ്ലസ്, വിച്ച് മീൻസ് എ ഈക്വൽ ടു എ പ്ലസ് 1. മൈനസ് മൈനസ് എ ആൻഡ് എ മൈനസ് മൈനസ്, മീനിങ് എ ഈക്വൽ ടു എ മൈനസ് 1. എക്സാമ്പിൾ നോക്കുക. എയുടെ വാല്യൂ 5. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് പ്ലസ് പ്ലസ് എ. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഇൻക്രിമെൻറ്റ് ഓപ്പറേഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സോ എ ഈക്വൽ ടു എ പ്ലസ് 1, ഇൻക്രിമെൻറ്റ്സ് 8 to 6. ഇപ്പോൾ എയുടെ വാല്യൂ എന്താണ്? 6 ആയിട്ട് മാറി, മോഡിഫൈ ചെയ്തു. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എ പ്ലസ് പ്ലസ്. അതിൻ്റെ മീനിങ് എന്ത് തന്നെയാണ്? എ ഈക്വൽ ടു എ പ്ലസ് 1. എയുടെ ഇപ്പോഴത്തെ വാല്യൂ 6 ആയിരുന്നു. 6 + 1 ഇൻക്രിമെൻറ്റ്സ് 8 to 7. ഓക്കെ, ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഇൻക്രിമെൻറ്റ് ഓർ ഡിക്രിമെൻറ്റ് ഓപ്പറേഷൻ മാത്രമേ ഉള്ളെങ്കിൽ പ്രീ ഇൻക്രിമെൻറ്റ് ആൻഡ് പോസ്റ്റ് ഇൻക്രിമെൻറ്റ്, അല്ലെങ്കിൽ പ്രീ ഡിക്രിമെൻറ്റ് ആൻഡ് പോസ്റ്റ് ഡിക്രിമെൻറ്റ് സെയിം മീനിങ് തന്നെയാണ്. ബട്ട് ദ ബിഹേവിയർ ഡിഫേഴ്സ് വെൻ വി യൂസ്ഡ് ഇൻ ആൻ അസൈൻമെൻറ്റ് ഓർ ആൻ എക്സ്പ്രഷൻ. എങ്ങനെയാണെന്ന് നോക്കാം. കൺസിഡർ ദ സ്റ്റേറ്റ്മെൻറ്റ് ബി ഈക്വൽ ടു പ്ലസ് പ്ലസ് എ. അവിടെ ഇൻക്രിമെൻറ്റ് ഓപ്പറേഷന് മുമ്പായിട്ട് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ കൂടി വന്നിട്ടുണ്ട്. ഇവിടെ അതിൻ്റെ മീനിങ് ഫസ്റ്റ് ഇൻക്രിമെൻറ്റ്സ് എ ബൈ 1, ദെൻ അസൈൻസ് ദ വാല്യൂ ഓഫ് എ ടു ബി. അവിടെ ഓർത്തിരിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈക്വൽ ടുവിന് ശേഷം ആദ്യം വരുന്നത് എന്താണ്? ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഈക്വൽ ടുവിന് ശേഷം പ്ലസ് പ്ലസ് ആണ്. പ്രിഫറൻസ് വിൽ ബി ഗിവൺ ഫോർ ദിസ് പ്ലസ് പ്ലസ് ഓർ ഇൻക്രിമെൻറ്റ് ഓപ്പറേഷൻ. എയുടെ വാല്യൂ എന്തായിട്ട് മാറും? ആദ്യം
എ ഈക്വൽ ടു എ പ്ലസ് 1 എയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തതിന് ശേഷം മാത്രം ബിയിലോട്ട് അസൈൻ ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് പ്രീ ഇൻക്രിമെൻറ്റ് ഓപ്പറേഷൻ. മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ബി ഈക്വൽ ടു എ പ്ലസ് പ്ലസ്. അവിടെ വേരിയബിളിന് ശേഷമാണ് ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്റർ വന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് പോസ്റ്റ് ഇൻക്രിമെൻറ്റ് ഓപ്പറേഷൻ. അപ്പോൾ ഈക്വൽ ടുവിന് ശേഷം ആദ്യം വരുന്നത് എന്താണ്? ലെഫ്റ്റ് ടു റൈറ്റ് വേരിയബിൾ ആണല്ലേ. സോ അവിടെ നടക്കുന്നത് ഫസ്റ്റ് അസൈൻസ് ദ വാല്യൂ ഓഫ് എ ടു ബി. എയുടെ ഇപ്പോഴത്തെ വാല്യൂ എന്താണോ അത് ബിയിലോട്ട് അസൈൻ ചെയ്യും. അസൈൻ ചെയ്തതിന് ശേഷം ദെൻ ഇൻക്രിമെൻറ്റ്സ് എ ബൈ 1. അവിടെയും എ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് എയുടെ വാല്യൂ ബിയിലോട്ട് അസൈൻ ചെയ്തതിന് ശേഷം മാത്രമാണ് എയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുക. അതേപോലെ പ്രീ ഡിക്രിമെൻറ്റ് ഓപ്പറേഷൻ ബി ഈക്വൽ ടു മൈനസ് മൈനസ് എ. അവിടെയും ഈക്വൽ ടുവിന് ശേഷം ആദ്യം വരുന്നത് എന്താണ്? ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ ആണ്. സോ ദ പ്രിഫറൻസ് വിൽ ബി ഗിവൺ ഫോർ ഡിക്രിമെൻറ്റ് ഓപ്പറേഷൻ. ഫസ്റ്റ് ഡിക്രിമെൻറ്റ്സ് എ ബൈ 1, ദെൻ അസൈൻസ് ദ വാല്യൂ ഓഫ് എ ടു ബി. എയുടെ വാല്യൂ ഒന്ന് ഡിക്രിമെൻറ്റ് ചെയ്യും. ഡിക്രിമെൻറ്റ് ചെയ്തതിന് ശേഷം ദ വാല്യൂ വിൽ ബി പാസ് ടു ബി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് നോക്കി. ബി ഈക്വൽ ടു എ മൈനസ് മൈനസ്, ദാറ്റ് ഈസ് പോസ്റ്റ് ഡിക്രിമെൻറ്റ് ഓപ്പറേഷൻ. വേരിയബിൾ നെയിമിന് ശേഷമാണ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ വന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് പോസ്റ്റ് ഡിക്രിമെൻറ്റ്. മീനിങ് എന്തായിരിക്കും? ഈക്വൽ ടുവിന് ശേഷം ആദ്യം വരുന്നത് എന്താണ്? വേരിയബിൾ. അതുകൊണ്ട് തന്നെ അവിടെ അസൈൻമെൻ്റ് ആണ് ആദ്യം വരിക. എയുടെ ഇപ്പോഴത്തെ വാല്യൂ എന്താണോ കറണ്ട് വാല്യൂ ഓഫ് എ വിൽ ബി അസൈൻ ടു ബി, ദെൻ ഡിക്രിമെൻറ്റ്സ് എ ബൈ 1. ഓക്കെ, പ്രീ ഇൻക്രിമെൻറ്റ് ആൻഡ് ഡിക്രിമെൻറ്റ്, പോസ്റ്റ് ഇൻക്രിമെൻറ്റ് ആൻഡ് ഡിക്രിമെൻറ്റ്. ഈ 4 കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം നോക്കിയിട്ടുണ്ട്. ഇൻ ആൻ അസൈൻമെൻറ്റ് ഓർ ആൻ എക്സ്പ്രഷൻ, ഇൻക്രിമെൻറ്റ് ഓർ ഡിക്രിമെൻറ്റ് ഓപ്പറേഷന് മുമ്പായിട്ട് ഈക്വൽ ടു ഓപ്പറേറ്റർ വന്നു കഴിഞ്ഞാൽ ഇൻക്രിമെൻറ്റ് ഓർ ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റേഴ്സിൻ്റെ ബിഹേവിയറിൽ ഡിഫറൻസ് വരുന്നുണ്ട്. എപ്പോഴാണ്? ഇൻ ആൻ അസൈൻമെൻറ്റ് ഓർ ഇൻ ആൻ എക്സ്പ്രഷൻ. ഇൻക്രിമെൻറ്റ് ഓർ ഡിക്രിമെൻറ്റ് ഓപ്പറേഷൻ നടക്കും, പക്ഷെ അസൈൻ ചെയ്യുന്നതിൽ ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ, അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി തന്നെ പഠിക്കുക. എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം, അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. ആ ഒരു പ്രോഗ്രാമിൽ എയും ബിയും ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. എക്ക് ഇനിഷ്യൽ വാല്യൂ കൂടി കൊടുത്തിട്ടുണ്ട് 5. ദ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ബി ഈക്വൽ ടു പ്ലസ് പ്ലസ് എ. അസൈൻമെൻറ്റ് ഓപ്പറേറ്ററിന് ശേഷം ആദ്യം വരുന്നത് എന്താണ്? പ്ലസ് പ്ലസ്. സോ ഇറ്റ് ഈസ് പ്രീ ഇൻക്രിമെൻറ്റ് ഓപ്പറേഷൻ. സോ ഇൻക്രിമെൻറ്റ് ഓപ്പറേഷനാണ് പ്രിഫറൻസ് കൊടുക്കുക. സോ എയുടെ കറണ്ട് വാല്യൂ എന്താണ്? 5. അപ്പോൾ 5 + 1 ആയിട്ട് മാറും. എ ബിക്കം 6. ദെൻ അസൈൻമെൻറ്റ്. എയുടെ ഇപ്പോഴത്തെ വാല്യൂ, അതായത് ഇൻക്രിമെൻറ്റ് ചെയ്ത 6 എന്ന് പറയുന്ന വാല്യൂ, ദാറ്റ് വിൽ ബി പാസ് ടു ബി. ഓക്കെ, അപ്പോൾ എ മോഡിഫൈ ചെയ്തു, ബിക്ക് വാല്യൂ പാസ് ചെയ്തിട്ടുണ്ട്. എ ഈസ് 6 ആൻഡ് ബി ഈസ് ഓൾസോ 6. ഇപ്പോഴത്തെ കറണ്ട് വാല്യൂ എയും ബിയും പ്രിൻ്റ് ചെയ്യാം. എ ഈക്വൽ ടു പെർസെൻറ്റേജ് ഡി, ബി ഈക്വൽ ടു പെർസെൻറ്റേജ് ഡി. ദെൻ ന്യൂ ലൈൻ. എക്കും ബിക്കും കറസ്പോണ്ടിങ് ആയിട്ട് ഫോമാറ്റ് സ്പെസിഫയേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഓർഡറിൽ തന്നെ പാസ് ചെയ്യാം. ഫസ്റ്റ് ഫോമാറ്റ് സ്പെസിഫയറിൽ എയുടെ വാല്യൂ പ്രിൻ്റ് ചെയ്യണം. എ കോമ ദെൻ ബിയുടെ വാല്യൂ ബി. ദ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ബി ഈക്വൽ ടു എ മൈനസ് മൈനസ്. അത് ഡിക്രിമെൻറ്റ് ഓപ്പറേഷനാണ്. പ്രീ ഡിക്രിമെൻറ്റ് ഓപ്പറേഷനാണോ പോസ്റ്റ് ഡിക്രിമെൻറ്റ് ഓപ്പറേഷനാണോ? ഈക്വൽ ടുവിന് ശേഷം ആദ്യം വരുന്നത് വേരിയബിൾ ആണ്, ജനറലി ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ. സോ ദാറ്റ് ഈസ് പോസ്റ്റ് ഡിക്രിമെൻറ്റ് ഓപ്പറേഷൻ. അപ്പോൾ ഈക്വൽ ടുവിന് ശേഷം ആദ്യം വരുന്നത് വേരിയബിൾ നെയിം ആണ്. അപ്പോൾ അവിടെ അസൈൻമെൻ്റ് ആണ് ആദ്യം നടക്കുക. എയുടെ കറണ്ട് വാല്യൂ എന്താണ്? 6. 6 ആയിട്ട് നേരത്തെ മോഡിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. 6 വിൽ ബി അസൈൻ ടു ബി. ആഫ്റ്റർ ദാറ്റ് എ ഈസ് ഡിക്രിമെൻറ്റഡ് ബൈ 1, അതായത് എ ബിക്കംസ് 5. അപ്പോൾ ബിയുടെ വാല്യൂ 6 ആയി, എയുടെ വാല്യൂ 5. ഇപ്പോഴത്തെ വാല്യൂ പ്രിൻ്റ് ചെയ്ത് നോക്കാം. എ ആൻഡ് ബി, വീണ്ടും പ്രിൻ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്. ദെൻ എൻഡ് ചെയ്യുന്നു, റിട്ടേൺ 0. എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. കണ്ടോ? ആദ്യം എയുടെ വാല്യൂ 6, ബിയുടെ വാല്യൂ 6. ആഫ്റ്റർ പോസ്റ്റ് ഡിക്രിമെൻറ്റ് ഓപ്പറേഷൻ ബിയുടെ വാല്യൂ 6, എയുടെ വാല്യൂ 5. അപ്പോൾ 5 ടൈപ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സ് നമ്മൾ നോക്കി. ഇനി കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സ് പറയാനുണ്ട്, ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്,
സ്പെഷ്യൽ ടൈപ്പ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിലായിട്ട് കവർ ചെയ്യാം. അപ്പം ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, സ്വന്തമായിട്ട് പ്രോഗ്രാം ചെയ്ത് നോക്കുക. എങ്കിൽ മാത്രമേ കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റൂ. അറ്റ്ലീസ്റ്റ് ഒരു വൈറ്റ് പേപ്പറിലെങ്കിലും നിങ്ങൾ പ്രോഗ്രാം എഴുതി പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.